അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് അടുത്ത ആഴ്ച ഒരു മെയിൻ റിലീസ് വരുന്നുണ്ട്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ പുതിയ പടമാണ് കുഞ്ചാക്കോ ബോബൻ. പുള്ളിക്ക് വീണ്ടും പടം. അതെ, പുള്ളി ആക്ച്വലി മിക്ക പടങ്ങളിലും പുള്ളിയെ പറ്റി കുറച്ച് അധികം പ്രശ്നങ്ങൾ ഒരു പറയുന്നുണ്ട്. അതായത് ഒരുപാട് പറഞ്ഞ സമയത്തിനുള്ളിൽ പടം തീരുന്നില്ല, ഓവർ ബജറ്റ് ആകുന്നു. സ്റ്റോറി ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യാത്ത അല്ല, അത് മദനോത്സവം എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളി പറഞ്ഞ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങിയ പുള്ളിയുടെ സിനിമ ഒരു പരാജയമായിരുന്നു. നമ്മുടെ സുരേഷിന്റെയും ആക്ച്വലി ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഞാൻ കുറേ എൻജോയ് ചെയ്ത പടം. പക്ഷെ എനിക്കിതിങ്ങനെ അവസാനത്തേക്ക് എത്തുന്നതോടെ ഈ പടം ഇങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ തീരുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സിനിമ പോകുന്നത്. എന്തോ ഓരോ മൊമെന്റിലും ഓരോ സംഭവത്തിലേക്ക് പുള്ളിക്ക് ഐഡിയ തോന്നുന്നു, അതിലേക്ക് പുള്ളി കൊണ്ടുപോകുന്ന പോലെ ഒരു പെർഫെക്റ്റ് ഡയറക്ഷൻ ഇല്ലാത്തൊരു ഫീലാണ്. പക്ഷേ അതിൽ ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ടെന്ന് പടം കാണുമ്പോൾ മനസ്സിലാവും. ആ സിനിമ ഒരുപാട് പേര് കാണാത്തതുകൊണ്ടായിരിക്കും. സോ എനിക്ക് പേഴ്സണലി പുള്ളിയുടെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സോ നല്ല ഡയറക്ടറാണ്. അതെ, നല്ല ഡയറക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഞാൻ ഫസ്റ്റ് ഷോ കാണുന്നതായിരിക്കും. നമുക്ക് ആദ്യം അതിൻ്റെ ട്രെയിലർ കാണാം. ഹലോ, നമസ്കാരം. ടൊമാറ്റോ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സേതുവാണ്. എനിക്ക് ആരോഗ്യമാണ്. അടിപൊളി. ഷർദിലിന്റെ എന്ത് തസ്തിക ഇടയ്ക്ക് സ്വപ്നം കാണുന്ന ഒരു ശീലമുണ്ട്. പ്രേമം, അടി, ആക്ഷൻ. മതിയോ? നിനക്കൊക്കെ അവരുടെ തോക്കിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടോ? വിപ്ലവകാരികൾക്ക് ഈ വേദന ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ? മേക്ക് അമേരിക്ക പറഞ്ഞ പിന്നെ ഒറ്റ മോളെ നിങ്ങൾ എപ്പോഴാണ് അവസാനം സംസാരിച്ചത്? കഴിഞ്ഞ സംക്രാന്തി. എന്താണ് മുടി വെച്ചെന്തോ ദുരൂഹ സാഹചര്യത്തിൽ ആരെ കണ്ടാലും അറിയിക്കും. പതിനഞ്ചായ അടുത്ത ആഴ്ച മാറ്റിയ 10-ാം തീയതി ആയിരുന്നു ഇനിഷ്യലി പറഞ്ഞത്. 15-ലേക്ക് പോയല്ലേ? ഓക്കെ, എന്താ സംഭവം? അതെ അതെ, സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാലും രസമുണ്ട്. എനിക്ക് പുള്ളിയുടെ ആ പടത്തിന്റെ ഒരു പരിപാടിയാന്ന് തോന്നുന്നു. ഈ കുഞ്ചാക്കോവൻ കുഞ്ചാക്കോവനായിട്ട് പ്രസന്റ് ചെയ്യാൻ എന്തോ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ, കുഞ്ചാക്കോവൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു പല്ലോടെ എടുത്താലോ. ഇവിടുത്തെ ഒരു പല്ലോടെ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ. പക്ഷേ രസമുണ്ട്. ഈ കുഞ്ചാക്കോവൻ ഞാൻ എപ്പോഴും വിചാരിക്കും പുള്ളി നല്ല കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ ആരും ഒരുപാട് പറയുന്നില്ല. അല്ലെങ്കിൽ അതെ, മലയാളത്തിലെ നല്ല നടന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പല ലിസ്റ്റിലും പുള്ളിയെ അവോയ്ഡ് ചെയ്യുന്ന, അതായത് മനഃപൂർവ്വം അല്ലെങ്കിലും എന്തുകൊണ്ട് മറന്നു പോകുന്നുണ്ട്. അപ്പൊ അത് ഇത് കണ്ടപ്പോഴാണ് അതെ പുള്ളി ആക്ച്വലി കഴിഞ്ഞ കുറെ പടങ്ങളായിട്ട്, അതായത് കുഞ്ചാക്കോനെ കഴിഞ്ഞ കുറച്ച് നാളത്തേക്ക് പുള്ളിയുടെ പടങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി കുറെ ഇൻട്രസ്റ്റിംഗ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാം വെറൈറ്റി ഓഫ് ജോണേഴ്സ് ഒരുപാട് ട്രൈ ചെയ്തു. അത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആണ്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ ദിലീഷ് പോത്തന്റെ യങ് വേർഷൻ ചെയ്യുന്നത് തൃക്കണാണ്. ആലപ്പുഴക്കാരൻ തൃക്കണൻ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ആക്ച്വലി പടത്തിൽ ഡെബ്യൂ നല്ല പടത്തിലായിരിക്കും. ആക്ച്വലി അവനൊരു പടത്തിൽ അഭിനയിച്ചിരുന്നു. നമ്മുടെ മെയിനെ പ്യാർക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ദിലീഷ് പോത്തന്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടില്ലല്ലേ? അല്ല, ഇതിനകത്തില്ല, ട്രെയിലറല്ല. നമ്മളോട് ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഒരു സോങ് ഇറങ്ങിയതിൽ എനിക്ക് തോന്നുന്നു ഫോട്ടോ അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് തോന്നുന്നു അതിനകത്ത്. ഞാനിപ്പോഴും ഇതിന്റെ അപ്ഡേറ്റ് കാണുന്നത്. അതെ, ഞാനും ഇങ്ങനെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ് പിന്നെ കുറച്ചായില്ല. നമ്മളിവിടെ ഏതായിരുന്നു പടം കാണാൻ പോയപ്പോഴത്തേക്കും ഇതിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. കാണാൻ പോയപ്പോൾ
സോ അപ്പം പടം വരട്ടെ. 15-ാം തീയതി റിലീസാണ്. ഫസ്റ്റ് ഡേ ഷോ ഉറപ്പായിട്ടും കാണും. രതീഷ് ബാലകൃഷ്ണൻ പോലുള്ള പടങ്ങൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പുള്ളിയുടെ ആ സ്റ്റൈൽ ഓഫ് പുള്ളിയുടെ മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചാൽ ഫിലിം മേക്കിംഗ് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ രസമുള്ള പരിപാടികൾ ചെയ്യുന്ന ആളാണ്. സോ ഉറപ്പായിട്ടും ഇത് കാണുന്നതായിരിക്കും.